വണ്ടിക്ക് എന്ത് സംഭവിച്ചു? അറിയില്ല, ഞാൻ എന്തായാലും നോക്കട്ടെ. വണ്ടിക്ക് എന്തോ കേട് സംഭവിച്ചെന്നാ തോന്നുന്നത്. നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ സർവീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം. ഹലോ, ഞങ്ങളുടെ വണ്ടി കേടായി പോയി, ഒന്ന് പെട്ടെന്ന് വന്ന് റിപ്പയർ ചെയ്ത് തരാമോ? ആ ശരി, ഞാൻ വരാം. അവരെന്താ ഇനി ശരിയാക്കാൻ വരാത്തത്? എന്ത് പറ്റി? എന്ത് ചെയ്യും? എവിടെ പോയി കുടുങ്ങിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എപ്പ വഴിയോന്ന് അറിയില്ല. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് നമുക്ക് വിശ്രമിക്കാം. എന്തൊരു ഭാരമാണോ ഇത്? എന്റെ അമ്മോ, ഈ സ്കൂൾ പിള്ളേരെ സമ്മതിക്കണം. ഹണി, എന്റെ ഫോട്ടോ ഒന്ന് എടുക്ക്. അതെനിക്ക് പാതി പേജിൽ പേപ്പറിൽ ഇടണം. സംശയമുണ്ടോ? അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ പാതി തന്നേക്കാം. പേപ്പറിന്റെ പാതി പേജിൽ ഫോട്ടോ ഇടണമെന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് വലിച്ചു കയറി രണ്ടാക്കാനല്ല. നിന്റെ തലയ്ക്കകത്തോടെ ആൾ താമസം ഒന്നും ഇല്ലേ? കഴുത. കൊടുങ്കാറ്റ് വരുന്നു. ഓടിക്കോ. അയ്യടാ, ഞാൻ സ്പേസിലെത്തി. അങ്ങോട്ട് നോക്ക്, സ്റ്റാർസ്. എടാ ഹണി, എന്റെ തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സിമ്പിളാടാ ഇത്. എല്ലാവർക്കും വെള്ളം കിട്ടണമെങ്കിൽ ഇയാളുടെ കയ്യിൽ ഈ താക്കോൽ ഉണ്ടാകാൻ പാടില്ല. നന്നായി എടുത്തോ. പക്ഷെ നിങ്ങൾ ദുഷ്ടനാണല്ലോ, നിങ്ങൾ താക്കോൽ തരില്ലല്ലോ. തത്തലൊക്കെ എന്ത് ചെയ്യും? ഓടിക്കോ. ഐഡിയ. എന്റെ കാതിന്റെ അകത്തൊരു എലി കയറി. ലെഫ്റ്റ് കാതിൽ കയറി എലി ഇപ്പോ റൈറ്റ് കാതിൽ കയറി ഇരിക്കുക. ഇതാ, ഈ ചാവി വെച്ച് കാതിനകത്ത് എലിയെ പുറത്തെടുക്ക്. ആട്ടെ പോളെ, ഞാൻ അത്ര നല്ല പ്ലാനാണ് ചെയ്തത്. ഐഡിയ. ഹേയ്, നിങ്ങളുടെ തൊപ്പി താഴെ വീണു, വേഗം എടുക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. എല്ലാ ഗ്യാങ്ങിലും കാണും ഹണിയെ പോലൊരു മര കഴുത. ഓടിക്കോ. എന്താ താക്കോൽ? എന്താ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വെക്കണ അവിടെ. അയ്യോ, ഈ മുള്ളെന്താ കയറിപ്പിടിച്ചു. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്നോടൊപ്പം നിൽക്കുന്നവർക്ക് ഞാനൊരു കുപ്പി താണുത്ത വെള്ളം തരുന്നതായിരിക്കും. ഇപ്പൊ പറ, ആരൊക്കെ എന്നോടൊപ്പം നിൽക്കും? ആഹാ, വരൂ. എല്ലാവരും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്ക് തണുത്ത വെള്ളം കിട്ടും. പിടിക്കോമാരെ. ഓടിക്കോ. കൊച്ചളിയാ, എത്ര ഓടിയാലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മച്ചി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ആ നദി, വെള്ളത്തിന്റെ ബോട്ടിൽ, ഫ്രൂട്ട്സ്, പൊളിച്ചു. ഇതാണ് സ്വർഗം. ആഹാ, ഞാൻ വെള്ളം കുടിക്കാൻ പോവാണ്. കൊള്ളാം, വെള്ളത്തിന് നല്ല സ്വാദ്. എടാ, അവന് നല്ല ദാഹമുണ്ട്. വെള്ളം ഉണ്ടെന്നാ തോന്നുന്നത്. പോകട്ടെ, അവനെ പിടിച്ചോണ്ട് വാ. എടാ ഹണി, ഇത് വെള്ളമൊന്നും അല്ല. എടാ, ഇത് വെള്ളം തന്നെയാണല്ലോ. അയ്യോ, എന്നാ ഒന്ന് നീന്തി കുളിക്കാം. എടാ, അവനെ രക്ഷപ്പെടുത്തിയേ മതിയാവൂ. വേഗം വാ. കൊച്ചളിയാ, ഇവനേതായാലും മരമണ്ടൻ തന്നെയാ. എന്തായാലും അതിന് മറ്റൊരു ചാവി കൂടി ഉണ്ടാവുമല്ലോ. ആ ചാവി വെച്ച് കിണർ തുറന്നാ പോരെ? ശരിയാണല്ലോ, എന്റെ കയ്യിൽ മറ്റൊരു ചാവി ഉണ്ടല്ലോ. വാ. നിന്റെ ഐഡിയ എപ്പോഴും വില്ലന്മാർക്ക് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഉപകാരമില്ല. ഞങ്ങളെ കുറിച്ച് നീ ഒരിക്കലും ആലോചിക്കാറായില്ല. ആക്രമിക്കൂ അവരെ. കല്ലല്ല എവിടെക്കാ വരുന്നത്?
നിക്കേ, ഈ വലയിട്ട് അവന്മാരെ പിടിക്കാം. ഇതാ പിടിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാന്ന് കരുതി. ദാ നോക്ക്, നീ എന്താ ചെയ്യുന്നെന്ന് നിനക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ പറഞ്ഞതാ? പക്ഷെ നീ വില്ലനാണല്ലോ, നിന്റെ അടുത്ത് എന്തിനു പറയണം? എന്താ പിന്നെ പറഞ്ഞു തരണ്ട. നമുക്ക് പൂഴിക്കടകം പ്രയോഗിക്കാം. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? എന്തായാലും ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കാം. ആഹാ, ഇവിടെ വിളിക്കാന്ന് കരുതിയോ? നാ പിടിച്ചോ. കൊള്ളാം, അടിപൊളി പൂവാണല്ലോ ഇത്. പിടിക്കടാ. വൗ, നമ്മൾ മനോഹരമായി തിന്നുണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങളും എടാ സണ്ണി, നിങ്ങൾ ഈ ബോട്ടും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? എടാ, ഇത് വെറും ബോട്ടൊന്നുമല്ല, റിവർ റാഫ്റ്റിംഗ് ബോട്ടാണ്. അല്ല, നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. റിവർ റാഫ്റ്റിംഗ് ചെയ്യണമെങ്കിലേ നല്ല ധൈര്യം വേണം, മനസ്സിലായോ? നിങ്ങളുടെ പക്കൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഇതെവിടെ പോയി കാണുന്നില്ലല്ലോ. നീ എന്താണ് ഈ അന്വേഷിക്കുന്നത് ഹണി? ഞാൻ ധൈര്യത്തെ അന്വേഷിക്കുകയാണ്. ധൈര്യത്തെ എടുത്തു വെക്കണമെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. ചിലപ്പോ ട്രക്കിൽ വെച്ച് നമ്മൾ മറന്നായിരിക്കോ? എടാ സണ്ണി, ഈ ലോകത്തിൽ ബണ്ണിയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല, അല്ലേ കൂട്ടുകാരെ? അതെ, ബണ്ണിയെ കൊണ്ട് വീട് നന്നായി വൃത്തിയാക്കാൻ കഴിയും, അവനെ കൊണ്ട് തുണി നന്നായി ഇളക്കാൻ കഴിയും, അവനെ കൊണ്ട് ചപ്പാത്തി നന്നായി ഉണ്ടാക്കാനും കഴിയും. മതി, ഒന്ന് മതിയാക്ക്. അവർക്കെല്ലാം എന്റെ കൂട്ടുകാരെ, AIOO, മാപ്പിൽ നോക്കൂ, ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയാണ്. എന്റെ കിറ്റി, നീ അടിക്കൊരു വിസില്. Get set go. പോകട്ടെ, ഒന്ന് ആഞ്ഞ് തൊഴയടാ. എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ തുഴയുന്നുണ്ട്. എന്റെ സൈസ് നീ കണ്ടില്ലേ? അത് ഒത്തല്ല എനിക്ക് തുഴയാൻ പറ്റൂ. ആഞ്ഞ് തുഴഞ്ഞ് എന്തെങ്കിലും തെറ്റ് പറ്റിയാ പിന്നെ നീ എല്ലാം കൊണ്ട് എന്നെ കുറ്റം പറയാൻ വന്നാലുണ്ടല്ലോ, അപ്പൊ എന്റെ സ്വഭാവം മാറും. സംശയമുണ്ടോ? സംസാരമൊക്കെ മതിയാക്കിയിട്ട് വേഗം തുഴയാൻ നോക്ക്. ദാ, അവന്മാരെ ബോട്ടിൽ കൊണ്ടുവന്ന് ഇടി കൊടുക്ക വേഗം. ഇവന്മാർക്ക് എന്ത് തോന്നിയസാ കാണിക്കുന്നത്? ഉടൻ തന്നെ സർക്കാരിനോട് പറഞ്ഞ് എത്രയും വേഗം ആറ്റിലൊരു കട്ടർ ഉണ്ടാക്കണം. മിണ്ടാതിരിക്കും ഹണി, എന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വിട്. ഇന്നെന്ത് നല്ല കാലാവസ്ഥയാണ്. നല്ല സുഖമുള്ള കാറ്റ്, നീല നിറത്തിലുള്ള ആകാശം, കറുപ്പും മഞ്ഞയുമായിട്ടുള്ള പൂച്ച, പച്ച നിറത്തിലുള്ള തത്തമ്മ, അവരോടൊപ്പം ഒരു ഡോഗിയും. എടാ, വേഗം ഓടിക്കോ. ഈ ബോട്ടൊന്ന് തുഴഞ്ഞിട്ട് മുന്നോട്ട് പോവാത്തത് കൊച്ചളിയാ? തുഴഞ്ഞാലേ പോകുള്ളൂ. ആ, എന്നാ തുഴയാം. ഇങ്ങോട്ട്.
എന്റെ കിറ്റി, എക്സാം വരുന്നത് കൊണ്ട് എല്ലാവർക്കും കുത്തിയിരുന്ന് പഠിക്കാം. എനിക്ക് ബോറടിക്കുകയാണ്. അവര് വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും കളി കളിക്കാം. ഞാൻ ചീറ്റിംഗ് ചെയ്തതിന് വേണ്ടി സോറി. ഇന്നടാ പോപ്പട്ടെ, എന്റെ വക നിനക്കൊരു ചോക്ലേറ്റ്. ഇവൻ എന്താ പറ്റിയത്? തലക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചോ? അതിങ്ങി തന്നേക്ക്. ഒരു മിനിറ്റ്, ഇതിൽ സണ്ണിയുടെ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവും. ഒരു മിനിറ്റ്, എനിക്ക് ഈ ചോക്ലേറ്റ് വേണ്ട, ഇത് മതി. ഓക്കേ. എടാ, ഇത് നീ തന്നെ നിനക്ക് തന്ന പണിയല്ലേ? ഞാൻ മര്യാദക്ക് നോർമൽ ചോക്ലേറ്റ് നിനക്ക് തന്നതാ. എന്നാ നീ തന്നെയാണ് മുളക് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചതാ. എടാ വിട്ടോ, ഇത് നമ്മളെ ജയിക്കുള്ളൂ. അച്ഛാ, ഞാൻ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ വെള്ളത്തിൽ ജീവിക്കാ? എനിക്ക് പുറലോകം കാണണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ. അതെയോ? എങ്കിൽ പോയി കണ്ടോ. അച്ഛാ, നമ്മൾ സൂര്യനിലാണ് ജീവിക്കുന്നത് എന്ന് അച്ഛൻ എന്താ ഇതുവരെ പറയാതിരുന്നേ? കാക്ക പറക്കും, കഴുത പറക്കും, തത്തമ്മ പറക്കും. അങ്ങ് തോറ്റു, അങ്ങ് തോറ്റു. ഓ ഓ ഓ, കാർന്നോമാര് പറഞ്ഞത് സത്യം തന്നെയാണ്. ദാ പറക്കുന്ന കഴുത, ഞാൻ രക്ഷപ്പെട്ടു. അടികൈ. എടാ, ഞങ്ങളിപ്പോ താഴോട്ട് പോകും. ഞങ്ങളെ വേഗം രക്ഷിക്ക. എന്നെ തനിച്ചാക്കിട്ട് നീക്ക രക്ഷപ്പെട്ടു അല്ലേ? നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക. വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സണ്ണി തുള്ളിച്ചാടാൻ പോവാണ്. നമ്മൾ ഉടൻ തന്നെ സണ്ണിയെ രക്ഷിക്കണം. ആപത്തിൽപ്പെട്ടവർ ശത്രുവാണെങ്കിൽ കൂടി അവരെ രക്ഷിച്ചിരിക്കണം. അതെയോ? അവനെ രക്ഷിക്കണമെങ്കിൽ ഇപ്പൊ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. കാരണം നിനക്കല്ലേ നന്നായിട്ട് പറക്കാൻ കഴിയുള്ളൂ. എന്തെന്നാൽ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഓടിക്കോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാ വരുന്നു ഫോണിൽ ബാറ്ററി ലോ ആയതുകൊണ്ട് പുതിയ ബാറ്ററി വാങ്ങിച്ച ധീരൻ. ഒരിക്കൽ സമോസയ്ക്കകത്ത് എങ്ങനെ ഉരുളക്കിഴങ്ങ് വന്നു എന്ന് ചിന്തിച്ച് തല ഉണ്ടാക്കിയവൻ, ഹോളിക്ക് പടക്കം പൊട്ടിക്കുന്നവൻ, ദീപാവലിക്ക് നിറവടിക്കുന്നവൻ. ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ ചേട്ടൻ കഴുത ശശി. അടികൈ. എടാ, നിങ്ങൾ എന്തിനാടാ എന്നെ ഇവിടെ ഇരുത്തിയത്? നിങ്ങളെ കൊണ്ട് തോറ്റു. കഴുതകൾക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾ ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ഇരിക്കേണ്ടത് അവിടെയാണ്. ഓഡിയൻസ് ആയ നിങ്ങൾ വന്നിരിക്കേണ്ടത് ഇവിടെയാണടാ. സോറി ചേട്ടാ.